അപ്പോൾ ഒരിക്കൽ കൂടി മക്കളെ വെൽക്കം ബാക്ക് കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. ലിബാൻ സാർ തന്നെയാണ്. അപ്പോൾ പ്രാക്ടിക്കലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ വീണ്ടും സ്പ്രെഡ്ഷീറ്റ് തന്നെയാണ്, അഥവാ ലിബ്രെ ഓഫീസ് കാൽക്കിന്റെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാല്ലേ എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കാം. എൻ്റർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഇൻ ദ ലിബ്രെ ഓഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റ് ലിബ്രെ ഓഫീസ് കാൽക്ക് ഉപയോഗിച്ചിട്ട് താഴെ കാണുന്ന ഡീറ്റെയിൽസ് എഴുതണം. ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം. അഥവാ കുറേ ഐറ്റംസുകൾ ഉണ്ട്. ഇപ്പോൾ 175 700 5345 1300 ജൂൺ 1500 KL 31 ഓഗസ്റ്റ് 9200 87 3443 ഒക്ടോബർ. ഇങ്ങനെ കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്. അപ്പം ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ നമ്പർ ഓൺലി, അഥവാ ഇവിടെ 2 4 6 8 10 12 16 18 സെല്ലുകളുണ്ട്. ഈ 18 സെല്ലുകളിൽ എത്ര സെല്ലുകൾ, ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ നമ്പർ ഓൺലി, ഏതൊക്കെ സെല്ലുകളിലാണ് നമ്പർ ഉള്ളത്? ഇതിലിപ്പം ഫസ്റ്റത്തെ സെല്ല് 175 നമ്പറാണ്. രണ്ടാം സെല്ല് നമ്പറും ഇതുമുണ്ട്, KL 31 ഉണ്ട് അല്ലേ. നെക്സ്റ്റ് എന്താണ് 700 ആണ്. താഴെ ഉള്ളത് ഓഗസ്റ്റ് എന്നാണ്. അപ്പോൾ ഓഗസ്റ്റിൽ നമ്പറേ അല്ല. അപ്പം നമ്പർ മാത്രം, നമ്പർ ഓൺലി ഉള്ള സെല്ലുകൾ എത്രയാണെന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും. ഹൗ മെനി സെൽ കണ്ടെയ്ൻ എനി വാല്യൂ, എന്തെങ്കിലും നമ്പർ ആയാലും പേരായാലും എന്തെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള എത്ര സെല്ലുകൾ ഉണ്ട് കണ്ടെയ്നോ. മൂന്നാമത്തെ എന്താണ് ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ ദ വാല്യൂ എക്സീഡിങ് 1000 ഇഫ് ദ വാല്യൂ ക്രോസ് 1000 ക്രോസ് ചെയ്യുന്ന ഏതെങ്കിലും സെൽസ് താഴെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ 1000 മുകളിലുള്ള എത്ര നമുക്കറിയാം ഇതിൽ തന്നെ 5300 5345 1300 1500 9200 3443 ഇതൊക്കെ 1000 ക്രോസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് അല്ലേ. ലാസ്റ്റ് ഹൗ മെനി എംപ്റ്റി സെൽ, ബ്ലാങ്ക് ആയി ഒന്നും എഴുതാത്ത, നമുക്കറിയാം 1 2 സെല്ലാണ് ഒന്നും എഴുതാത്തില്ല. അപ്പം നമുക്കിത് ആൻസർ കിട്ടണം. അതിനെന്താണ്, ഇതൊക്കെ കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. കൗണ്ടിന്റെ സിന്റാക്സ് എന്താ, ഈസ് ഈക്വൽ ടു കൗണ്ട് പല ടൈപ്പ് ഉണ്ട്. കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് എ ഉണ്ട്. സോ അങ്ങനെ പല ടൈപ്സ് കൗണ്ട്സ് ഉണ്ട് അല്ലേ. സോ നമുക്ക് നോക്കാം എങ്ങനെയാ പ്രൊസീജിയർ. ഫസ്റ്റ് എയിം ചെയ്യാം. എന്താ എയിം, കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന ഐറ്റംസ്, അഥവാ ഈ ക്വസ്റ്റൻ തന്നെ അതേപോലെ എയിമായിട്ട് എഴുതി വെച്ചാൽ മതി. താഴെ കാണുന്ന ഐറ്റംസ് എന്ത് ചെയ്യണം, വേണമെന്നറിയാൻ നമ്മൾ എയിം ചെയ്ത് വെച്ചാൽ മതി. പിന്നെ പ്രൊസീജിയർ എന്താ, എപ്പോഴും ഞാൻ നേരത്തെ ഇനി ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോസ് ഒന്നും കാണിച്ചു തരില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഫസ്റ്റത്തെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഡാറ്റ നമ്മൾ ഓൾറെഡി ഇവിടെ കിട്ടിയ ഡാറ്റ ഉണ്ടല്ലോ, A1 ഇത് കണ്ടോ, A1 to G2 നമ്മൾ ഈ ഡാറ്റാസ് മൊത്തം എൻ്റർ ചെയ്യണം. സോ ലിബ്രെ ഓഫീസ് എടുക്കാം. കണ്ടോ ഇവിടെ ഇതാണ് A1 അല്ലേ, ഇതാണ് A1. ഇവിടെ ഒക്ടോബർ 1500 ഒക്ടോബർ കറക്റ്റാ. A1 175 എഴുതാം കേട്ടോ, B1 700, ഇങ്ങനെ ഓരോന്ന് എഴുതാം. ഈ നമ്മൾ നേരത്തെ നമ്മളെ പ്രൊസീജിയറിൽ അഥവാ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ഡാറ്റ മൊത്തം ഉണ്ടല്ലോ, ഇതിവിടെ ഫില്ല് ചെയ്യണം. കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യലാണ് ഫസ്റ്റ്, ഡാറ്റ എൻട്രി ആണ് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ. ഇനി അടുത്ത കാര്യം എന്താ ചെയ്യേണ്ടത്, അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ. പിന്നെ അടുത്തായിട്ട് എന്താ ഈ പറയപ്പെടുക, ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻസ് ഉള്ളതില്ലേ. ഈ 4 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയപ്പെട്ട A7 A8 A9 A10 ഈ 4 സെല്ലുകളിൽ അടി ക്വസ്റ്റ്യൻ എഴുതണം. അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യണം, ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ തന്നിട്ടുള്ള ഡാറ്റാസ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ദ സെൽ കണ്ടെയ്നിങ് നമ്പർ ഓൺലി, നമ്പർ ഓഫ് ദ സെൽ കണ്ടെയ്നിങ് എനി ഡാറ്റ, നമ്പർ ഓഫ് സെൽ കണ്ടെയ്നിങ് എനി ടെക്സ്റ്റ് വാല്യൂ, അങ്ങനത്തെ ഈ 5 ഐറ്റംസ് ചെയ്താൽ. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, 5 ഒരുമിച്ച് ചെയ്താൽ, സോറി ഈ 4 ഞാൻ ആദ്യം 4 ഒരുമിച്ച് എഴുതി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, പിന്നെയാണ് ഞാൻ എന്ത് ഉള്ളത്, ഇതിൻ്റെ ഫോർമുല എഴുതിയിട്ടുള്ളത്, ഫംഗ്ഷൻ്റെ ഫോർമുല ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോന്ന് വീതം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നമ്പർ ഓൺലി, ഏതൊക്കെ സെല്ലുകളെയാണ് നമ്പർ മാത്രം വേണ്ടത്, അതിന് വെറും കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. എന്താണ് അതിന് വെറും കൗണ്ട്, അഥവാ കണ്ടോ വെറും കൗണ്ട് ഈസ് ഈക്വൽ ടു വെറും കൗണ്ടാണ്. മറ്റൊക്കെ കൗണ്ട് ബി അങ്ങനെ പല സംഭവങ്ങളുണ്ട്. കൗണ്ട് ബി ഇല്ല, ഞാൻ വെറുതെ ഒരു ഓളത്തിന് പറഞ്ഞതാണ്. അയ്യോ സ്റ്റക്ക് ആവില്ല. ഈസ് ഈക്വൽ ടു മക്കളെ കൗണ്ട് ബ്രാക്കറ്റിൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കണ്ടോ ഇവിടെ F7 ഇതാണ് പറഞ്ഞത്. F7 നമ്മൾ എഴുതുന്നില്ല, നമ്മൾ D7 ഇത് കണ്ടോ, D7 നമ്മൾ എഴുതുന്നത്. D7 നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ F7 എഴുതാനാണ് പറഞ്ഞത്. ഞാൻ D7 എഴുതുന്നുണ്ട്. അത് എൻ്റെ മാത്രം താല്പര്യമാണ്, ഇനി വേണ്ട F7 തന്നെ എഴുതാം. ഇതാണ് F7 കണ്ടോ, ഇത് D ഇത് 7 കണ്ടോ, അതാണ് F7 നമുക്ക് എഴുതാം. ഈസ് ഈക്വൽ ടു എന്താണ്, കൗണ്ട് ബ്രാക്കറ്റ് ഇടാം. എന്താ കൗണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഈസ് ഈക്വൽ ടു കൗണ്ട് ഇത്തരം, അഥവാ A1 മുതൽ G7 വരെയുള്ള റേഞ്ച്, A1 മുതൽ G7 വരെ അത്രയും, അഥവാ 16 സെൽസ് ഉണ്ട്. ഈ 16 സെല്ലുകളിലായിട്ട് A1 to G2 വരെയുള്ള മൊത്തം സെല്ലുകൾ 16 സെല്ലുകളിൽ എത്ര നമ്പറുകൾ, എത്ര സെല്ലുകളിൽ നമ്പർ മാത്രം ഉണ്ട് നോക്കാം. എത്ര സെല്ലുകൾ നമ്പർ മാത്രം ഉണ്ട്, എത്ര, 8 സെല്ലുകൾ കണ്ടോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7
8 ഇത്ര സെല്ലല്ലേ. അപ്പോൾ സാറേ ഇവിടെ ഒരു നമ്പർ ഉണ്ടല്ലോ, ഇത് നമ്പർ ഓൺലി, നമ്പറും ഉണ്ട് വേർഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തല്ല, അത് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്പർ മാത്രമല്ല 8 സെല്ലുകളാണ്. അപ്പോൾ അതിനെന്താ, അതിന് വെറും കൗണ്ടാണ് യൂസ് ചെയ്യാതെ സിമ്പിൾ കൗണ്ടാണ് എന്താ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തതിൽ എന്താണ്, F8 നമ്മൾ എന്താ ചെയ്തേണ്ടത് കണ്ടോ, F8 കൗണ്ട് അഥവാ നമ്പർ കണ്ടെയ്നിങ് എനി ഡാറ്റ, എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അതെന്താ, അതിൽ കൗണ്ട് എ ആണ്. കൗണ്ട് എനി ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈസ് ഈക്വൽ ടു കൗണ്ട് എ ബ്രാക്കറ്റ്. അത് സ്മോൾ ആയാലും ക്യാപ്സ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫോർമുല ചെയ്തുമ്പോൾ സ്മോൾ ആണോ ക്യാപ്സ് ആണോ വേണ്ട, ഒക്കെ സെലക്ട് ചെയ്യുക. അഥവാ ഇത്ര സെല്ലുകളിലായിട്ട് ഈ ഒരു റേഞ്ചുള്ള സെല്ലുകളിൽ എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നമ്പർ ആയാലും വാല്യൂ ആയാലും എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര, 12. അപ്പോൾ ശരിക്കും കണ്ടോ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 സെല്ലുണ്ട്. ആ 14 സെല്ലിൽ 2 എണ്ണം ബ്ലാങ്ക്, 1 2 ബ്ലാങ്ക്. അപ്പോൾ 14 2 ബ്ലാങ്ക് ഒഴിവാക്കിയാൽ 12 സെല്ല് കണ്ടോ, 1 2 3 4 5 ഇത് പറ്റൂല, 6 ഇത് ഓക്കെ, 7 8 9 10 11 ഇല്ല, കാരണം എന്താ, അത് ബ്ലാങ്കാ. അപ്പോൾ 11 12 കണ്ടോ, 12 സെല്ലിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തെന്താ, നമ്പർ ഓഫ് സെൽ കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് 1000 കണ്ടോ. അടുത്തതുണ്ടോ, B9 നമ്പർ ഓഫ് സെൽ കണ്ടെയ്നിങ് വാല്യൂ എക്സീഡിങ് 1000 കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെന്താ, അതിന് കൗണ്ട് ഇഫ് കണ്ടീഷൻ വെച്ചിട്ട്, അഥവാ 1000 കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം കൗണ്ടിൽ കൂട്ടിയാൽ മതി. 1000 കൂടുതൽ വാല്യൂ അത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, കൗണ്ട് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അഥവാ F9 ഈസ് ഈക്വൽ ടു കൗണ്ട് ഇഫ്, ഇതാണ് ഫംഗ്ഷൻ. അഥവാ ഈ പറയപ്പെട്ട സിൻടാക്സുകളൊക്കെ അറിയണം. ഫംഗ്ഷൻസ് അതിന്റെ ഫോർമുല സിൻടാക്സ് അറിഞ്ഞാൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൗണ്ട് ഇഫ്. അഥവാ കൗണ്ടിൻ്റെ കിട്ടിയാൽ വളരെ സിമ്പിളാണ്. കാരണം എന്തില്ല, നമ്മൾ ഈക്വൽ ടു മറ്റൊന്നും ചെയ്യാനില്ല. കൗണ്ട് ഇഫ് ആ ഒരു സിൻടാക്സ് കൊടുക്കുക, പിന്നെ ഒക്കെ സെലക്ട് ചെയ്താൽ മതി. സമ്മ് പ്ലസ് മൈനസ് അങ്ങനെ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കോമഡ് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൗണ്ട് കൊടുക്കുക, കൗണ്ട് ഇഫ് അല്ലെങ്കിൽ ആ ഒരു പേര് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ബ്രാക്കറ്റ് ഒക്കെ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യും, കൗണ്ട് കംപ്ലീറ്റ് ആവും. എൻ്റർ കൗണ്ട് ഇഫ്. അയ്യോ എന്താ തെറ്റിപ്പോയല്ലോ, കൗണ്ട് ഇഫ് A1 G2 കൗണ്ട് ഇഫ് കൗണ്ട് ഇഫ് അല്ലേ, കൗണ്ട് ഇഫ് എന്താണ്, ആദ്യം റേഞ്ച്, കൗണ്ട് ഇഫ് റേഞ്ചിൽ കോമ എന്ത്, ക്രൈറ്റീരിയ, എന്താ ക്രൈറ്റീരിയ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാ, 1000 1000 കൂടുതലോ, അയ്യോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, കൗണ്ട് ഇഫ് സോറി ഇൻവേർട്ടർ കോമല് എന്താണ്, ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക, അഥവാ കൗണ്ട് ഇഫ് കൊടുക്കുക, ബ്രാക്കറ്റ് കൗണ്ട് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. അയ്യോ ഞാൻ ആ സംസാരത്തിൻ്റെ ഫ്ലോയിൽ എന്ത് ചെയ്തു, ഇക്വേഷൻ വിട്ടുപോയി. കൗണ്ട് ഇഫ് എന്ത് ചെയ്യുക, ആ ഒരു സെല്ലിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, കോമഡ്. ഇനിയാണ് ക്രൈറ്റീരിയ കൊടുക്കേണ്ടത്. ക്രൈറ്റീരിയ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എന്ത് ചെയ്യണം, ഇൻവേർട്ടഡ് കോമയിൽ ഇടണം. ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് കൗണ്ട് ഇഫ് ഇൻവേർട്ടഡ് കോമയിൽ എന്താണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എത്രയാണ്, 1000. ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. കണ്ടോ 5 എണ്ണം, ഒന്ന് ഇത് 1000 കൂടുതലാണ്, ഇത് 1000 കൂടുതലാണ്, 2 3000 കൂടുതലാണ്, 4000 കൂടുതലാണ്, 5000 കൂടുതലാണ്. സോ 5 എണ്ണം 1000 എബവ് ഉണ്ട്. സോ 5 കിട്ടി. ലാസ്റ്റ് വൺ എന്താ, നമ്പർ ഓഫ് എം ടി സെൽ, അതെന്താ, ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്. വളരെ സിമ്പിളാണ്, ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് ആണ് അതുണ്ടാവും അല്ലേ. കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റ് ഇടുക, സെലക്ട് ചെയ്യുക, ഇതിൽ ബ്ലാങ്ക് ഉള്ളത്. അപ്പോൾ കൗണ്ട് ബ്ലാങ്ക് വളരെ ഈസി. 2 എണ്ണം അല്ലേ, 1 2 2 അല്ലേ ഉള്ളൂ. അപ്പോൾ നോക്കണം, നമ്പർ ഓഫ് എം ടി സെൽ എന്ത് ചെയ്യുക, ഇതിൽ എഴുതുക, ഇതിൽ നമ്പർ ഓഫ് എം ടി സെൽ എന്ന് എഴുതി, ഇതിനെന്ത് ചെയ്യുക, ഇപ്പം F10 പോയിട്ട് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് A2 to A1 to G2 കണ്ടോ, ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് A1 to G2 ഇത് ഇങ്ങനെ സെലക്ട് ചെയ്യുക, എന്താ ചെയ്താൽ മതി. വളരെ ഈസിയാണ്. കൗണ്ടിൻ്റെ കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. സെറ്റല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് സ്പ്രെഡ്ഷീറ്റ്. പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുക, ലിവാൻ സാറെ മറക്കരുത്. മാക്സിമം വീഡിയോസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, എല്ലാവർക്കും എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം മക്കളെ. ഓൾ ദ ബെസ്റ്റ്, ബൈ.